ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇയറിൽ തന്നെ റിലീസായിട്ടുള്ള ആക്ഷൻ കോമഡി ഫാൻറ്റസി നിറഞ്ഞ ഹൈഫൈ എന്നൊരു കൊറിയൻ മൂവിയാണ്. സോ നമുക്ക് മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പീഡായി ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാണിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഈ വ്യക്തിയെ വെടിവെച്ചിട്ട് കൊന്നിട്ടുണ്ട്. ആളിപ്പോൾ ചത്തിരിക്കുന്നു. ആ വ്യക്തിയുടെ കയ്യിൽ ടാറ്റു അടിച്ചിട്ടുണ്ടാവും. ഒരു ഡോക്ടർ പറയും, ഈ ടാറ്റു എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതെ, ഞാനും കണ്ടിട്ടുണ്ടെന്നേ. അയ്യോ, ഓപ്പറേഷൻ ചെയ്യാനേ ലേറ്റായിരിക്കുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഡോക്ടേഴ്സ് പറയും, എന്താ ഇത്, കൈയൊക്കെ വേദനിക്കുന്നു, ഇയാളെന്താ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണോ? ഇങ്ങനത്തെ അനുഭവം ആദ്യമായിട്ടാണ്. അന്നേരം ഒരു സിസ്റ്റർ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നത് കാണിക്കും. എന്തു പറ്റുമെന്ന് ചോദിച്ച് നോക്കുമ്പോഴാണ് ചത്തുപോയ അയാളുടെ ബോഡി കത്തിപ്പോകുന്നത് കാണിക്കും. ഒരു ഗേളിനെ കാണിക്കും. അവളുടെ ഹേർട്ടിൽ എന്തോ ആയിട്ട് കാണിക്കാൻ വന്നിട്ടുണ്ടാവും. റിപ്പോർട്ടിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹൃദയത്തിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തന്നെ ആശ്ചര്യമാണ്. പൊതുവെ ഹൃദയം മാറ്റി വയ്ക്കുമ്പോൾ അത് ഗുണമാവാറുണ്ട്. പക്ഷേ നിൻ്റെയിൽ അങ്ങനെയല്ല. പെയിനൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. അത് എങ്ങനെ? ഡോക്ടർ പ്ലീസ്, ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എന്തിനാ പിന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാതെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നേ? ഹീറോയിനും അച്ഛനും ഭക്ഷണം കഴിക്കുവാണ്. അവിടുത്തെ ലേഡിയുടെ ടാറ്റു കണ്ട്, ഇതുപോലത്തെ ടാറ്റു നീ ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യേണ്ടതല്ലേ? അതൊന്നും കയ്യില്ലച്ചാ, ഓപ്പറേഷൻക്ക് സൈഡ് എഫക്റ്റ് വരുത്തും. അച്ഛൻ ഫോണിൽ ഹൃദയത്തിനെ പറ്റി ബന്ധപ്പെട്ട എന്തോ മെഷീനെ നോക്കും. അച്ഛാ, ഞങ്ങളെ കഷ്ടത്തിലാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാശും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനത്തെ മെഷീനിനെയൊക്കെ നോക്കുന്നേ? എനിക്ക് ഒരു പ്രശ്നമില്ലെന്നേ. അച്ഛനുള്ളിടത്തോളം നിനക്ക് എന്താവാൻ ഞാൻ സമ്മതിക്കില്ല. നിൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കാം. നീ അതിനെ ഓർത്ത് അവലാതിപ്പെടേണ്ടതില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. പറയട്ടെ? പറയ്. എനിക്ക് റണ്ണിങ് റേസിൽ ചേരണം എന്നാണ്. പറ്റില്ല അച്ഛാ. എന്താടി, ഇപ്പോഴാണ് ഹൃദയം മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ റണ്ണിങ് റേസൊക്കെ പങ്കെടുത്താൽ ഹേർട്ട് ബീറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ നീ മരിച്ചു പോകും. നിൻ്റെ അമ്മ ചേച്ചിയൊക്കെ ഹേർട്ട് അറ്റാക്ക് വന്നാണ് ചത്തത്. സോ നീ ഇനി ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴാണ് നമുക്കൊന്ന് കാണിക്കുന്നത്. സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ കത്തിപ്പോയല്ലേ, അയാളുടെ ഹേർട്ടാണ് നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് സീരീസിലെ വില്ലനെ കാണിക്കും. അവൻ വളരെ റിച്ചാണ്. അതുമാത്രമല്ല, ഞാനാണ് ദൈവം, ഈ ലോകം തന്നെ രക്ഷിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ പഴയ പെണ്ണിനെ മാറ്റി ഇപ്പോൾ പുതിയതൊന്ന് വെച്ചിട്ടുണ്ട്. അവളേൽ വില്ലൻ്റെ അനിയൻ കോൾ ചെയ്യുന്നുണ്ട്. എന്താ എല്ലാം എങ്ങനെ പോകുന്നു? റിമോട്ടിൽ പഴയ ബാറ്ററി കളഞ്ഞ് പുതിയത് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെയാണ്. സന്തോഷമുള്ള വിഷയം എന്തെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ ജീവിച്ചിരിക്കുവാൻ ചാൻസ് ഇല്ല. ചത്തുപോകും. ചത്തുപോയാൽ സ്വത്ത് മുഴുവനും നമുക്ക് വന്നു ചേരും. ആ ടൈമിലാണ് ചത്തുപോയെന്ന് പറഞ്ഞ അവളുടെ അച്ഛൻ പഴയതിനേക്കാളും ആരോഗ്യത്തോടെ എഴുന്നേറ്റിരിക്കുന്നത്. അയാളുടെ കയ്യിലാണെങ്കിലോ വ്യത്യസ്തമായ ഒരു ടാറ്റും കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് സീനിൽ ചത്തുപോയ ആളുടെ ലിവർ വെച്ചിരിക്കുന്നത് ഇയാൾക്കാണ്. അച്ഛൻ അവൾക്ക് എന്തോ കരട്ട് മാതിരിയുള്ളൊന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛാ, എനിക്ക് റണ്ണിങ് റേസിൽ പോകാനാണ് ഇഷ്ടം. എനിക്ക് കൊതിയാന്ന് പോവാൻ. ആ ടൈം ഒരു കുട്ടി പഞ്ചിങ് ബാഗിലേക്ക് ചവിട്ടുന്നുണ്ട്. ഹീറോയിൻ പറയും, എടാ ഇങ്ങനൊന്നും അല്ലടേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വന്ന് ചാടി വന്നൊരു ചവിട്ടുണ്ട്. സീലിംഗ് തന്നെ പൊട്ടി പോകുന്നുണ്ട്. അച്ഛൻ പറയും, ഇത് ആരാ ചെയ്തത്? അച്ഛാ, ഞാനാ ചെയ്തത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവളെ തന്നെ കാണിക്കും. അവളാണെങ്കിലോ സ്കൂളിൽ പോകുന്ന നേരം അച്ഛൻ മെസ്സേജ് അയക്കും, മോളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റണ്ണിങ്ങിനൊന്നും പോവല്ലേ. അച്ഛൻ പറയുന്നത് കേൾക്കണേ. ഹീറോയിൻ കേൾക്കുമോ? അവിടെ ഒരു കുത്തന വഴി കാണും. അതിലൂടെ സ്പീഡിൽ ഓടുന്ന നേരം സ്പീഡ് കൂടി അവൾക്ക് പറക്കാൻ തുടങ്ങും. അവൾക്കാണെങ്കിലും ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഓടുന്നതാണെങ്കിലും കൺട്രോളും ചെയ്യാൻ പറ്റുന്നില്ല. തലയിൽ തുണിയിട്ട് അയ്യോ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ പേടിച്ച് ഓടുമ്പോൾ അവിടെ ഒരു വാനെ കാണും. അതിനെ ഫോക്കസ് ചെയ്ത് പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. ഹീറോയിൻക്ക് പവറായി സൂപ്പർ സ്പീഡും സ്ട്രെങ്ത്തും ഉണ്ട്. ഇവിടെയാണെങ്കിലോ നമുക്ക് വില്ലനെ കാണിക്കും. അയാളാണെങ്കിലോ പാങ്ങളി വെട്ടി വീങ്ങുന്നുണ്ട്. ഇങ്ങനെ തിന്നാൽ ഇയാൾ തീർച്ചയായും പെട്ടെന്ന് തട്ടിപ്പോവും എന്നൊക്കെ അവൾ വിചാരിക്കും. എന്നെ ഇത്ര നാൾ സംരക്ഷിച്ചതിലേക്ക് നന്ദിയുണ്ട് കേട്ടോ. അതെൻ്റെ കടമയല്ലേ. ഞാൻ സുഖമില്ല എങ്കിലും എനിക്ക് എല്ലാം കേൾക്കാൻ സാധിക്കും. നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടെന്നേ. എന്നെ ഏറ്റവും വെറുക്കുന്നത് നീ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നീട് ലേഡി ഡോക്ടറിൻ്റെ അടുക്കൽ പറയും, അതെങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ചത്തുപോകുമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്? അറിയില്ല മാം.
അയാൾ ജീവനോടെ ഇരിക്കുവാൻ യാതൊരു ചാൻസുമില്ല. പിന്നെ അത് മെഡിക്കലി ഇമ്പോസിബിളാണ്. മേ ബി ഡൊണേറ്റ് ചെയ്ത ആ വ്യക്തിക്ക് സ്പെഷ്യൽ പവർ ഉണ്ടെന്നാണ് കേട്ടെ. പവറോ? നീ എന്തൊക്കെയാടാ പറയുന്നത്? ഹീറോയിൻ ആണെങ്കിൽ ഓടിപ്പോയത് ആരോ കണ്ട് അത് അച്ഛൻ്റെ അടുക്കൽ ഫോട്ടോ എടുത്ത് കാണിക്കും. നിങ്ങളുടെ മകൾ ഓടിപ്പോയതിനാ കണ്ടെന്നേ. അച്ഛൻ ടെൻഷനായി ഹീറോയിൻ്റെ അടുക്കൽ പറയും, നിൻ്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത് ഓടേണ്ടെന്ന്, പിന്നെ എന്തിനാ ഓടിയും? അച്ഛാ, ഞാൻ പതിയെ ഓടിയതാണ്, അച്ഛൻ പേടിക്കണ്ടെന്നേ. ശരി ശരി. ഏടാ നീ ആരാടാ? എന്തിനാ എൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നത്? അച്ഛൻ്റെ കാണിക്കാണോ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കേൾക്കുമ്പോൾ ഇവളുടെ കയ്യിലുള്ളതിൽ പോലെ ജസ്റ്റ് വ്യത്യാസമായിട്ട് അവൻ്റെ കയ്യിൽ ടാറ്റു കാണും. അവരങ്ങനെ ഹോട്ടലിൽ വെച്ച് സംസാരിക്കും. എൻ്റെ ഹേർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന് പിന്നെയാണ് ഇങ്ങനത്തെ പവർ എനിക്കുണ്ടായത്. ഈ വിഷയം ആർക്കെങ്കിലും അറിയാമോ? അച്ഛനറിയാം. പവറുള്ളതോ അച്ഛനക്കറിയാമോ? ഇല്ല, അതറിയത്തില്ല. അറിഞ്ഞാൽ പിന്നെ എന്നെ വീട്ടിൽ നിന്ന് പുറത്തേ വിടില്ല. ഓക്കെ, ഈ സൂപ്പർ പവർ രഹസ്യമായി വെക്കുന്നതാണ് നല്ലത്. നിനക്ക് ഓപ്പറേഷൻ നടന്നോ? നിനക്ക് എന്താ സംഭവിച്ചത്? അവനക്ക് ലങ് ട്രാൻസ്ഫോർമേഷനാണ് നടന്നത്. അവൻ്റെ പവർ എന്നത് വായു വലിച്ചെടുത്ത് അതിനെ ഊതിക്കളയും. ഊതലാണ് അവൻ്റെ പവർ എന്നത്. ഒരുത്തൻ്റെ ബോഡിയിൽ 6 വിധ ഭാഗങ്ങൾ ഡൊണേറ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ 2 പേരായി, ഇനി 4 പേരുണ്ട്. നമ്മളെപ്പോലെ തന്നെ സൂപ്പർ പവർ ഉള്ളവർ. അവരെ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് ഇത് കിട്ടിയതെന്നൊക്കെ അറിയാൻ കഴിയും. നെസസിനിൽ കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഒരുത്തനാണ് കാണിക്കുന്നത്. അയാളുടെ ഹൈ ട്രാൻസ്ഫോർമേഷനാണ് നടന്നിട്ടുള്ളത്. അവൻ്റെ പവർ എന്നത് ചുറ്റുമുള്ള ഇലക്ട്രിക്സുമായി ബന്ധപ്പെട്ട എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അവനാണെങ്കിലോ ഒരു മെഷീനിൻ്റെ അടുക്കളയിരുന്ന് അത് ആക്റ്റീവ് ചെയ്ത് മൊത്തം ക്യാഷും പ്രൈസായി കിട്ടുന്നുണ്ട്. അവനതിൽ പർച്ചേസും ചെയ്യുന്നുണ്ട്. അച്ഛൻ എത്ര തവണ പറഞ്ഞു ഓടേണ്ടെന്ന് അതൊന്നും കേൾക്കാതെ അവൾ ഓടിയിട്ട് റണ്ണിങ് റേസിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. അവൻ്റെ അടുത്ത് കേൾക്കും, നീ എപ്പോൾ വന്നു? അവിടേക്കൊരു ആൻറ്റി വന്ന് പറയും, ഈ കൂൾ ഡ്രിങ്ക്സ് ഇല്ലേ, ഇത് എത്ര നല്ലതെന്നറിയോ? എനിക്ക് ഇപ്പോഴാണ് ഒരു കിഡ്നി ഓപ്പറേഷൻ നടന്നത്. ഞാനിപ്പോൾ എന്ത് ആരോഗ്യവേദയാണെന്നറിയോ? ബിക്കോസ് എനിക്കിത് കുടിച്ചതും പിന്നെ ഓപ്പറേഷൻ്റെ പെയിൻ തന്നെ ഫീൽ ആണില്ല. നിങ്ങളും ഇത് കുടിക്കുന്നേ. അവനക്ക് എന്തോ ഒരു ഡൗട്ട്, ഇവളുടെ അടുത്ത് ടാറ്റു ഉണ്ടാകുമോ? കയ്യിലൊന്നും കാണാനില്ല. അപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ടാറ്റു കാണാൻ കഴിയും. അപ്പോൾ 6 പേരിൽ നമ്മളിപ്പോൾ 3ാമത്തെ ആളെ കണ്ടുപിടിച്ചു. ഹീറോയിൻ പറയും, എനിക്ക് ഹേർട്ട് ഓപ്പറേഷൻ നടന്നു. സോ സ്ട്രെങ്ത് ആൻഡ് സ്പീഡാണ് എൻ്റെ പവർ. എനിക്ക് ശക്തമായി ഊതാൻ കഴിയും. അവൻ ഊതുമ്പോൾ അവരുടെ ടേബിൾ ചെയറൊക്കെ പറന്നു പോകുന്നത് കാണിക്കും. നിങ്ങളുടെ എന്താണ് സൂപ്പർ പവർ? എനിക്കങ്ങനെ ഒന്നുമില്ല. എന്ത്? ഒന്നുമില്ലേ? ഓപ്പറേഷൻ ചെയ്തെങ്കിൽ എന്തെങ്കിലും സൂപ്പർ പവർ ഉറപ്പായും കാണും. ഇപ്പോൾ ഇല്ലേ, ഞാൻ പയതിനേക്കാളും സുന്ദരിയായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ പവർ എന്നത് ബ്യൂട്ടി ആണെങ്കിലോ? അറിയില്ല. നിങ്ങളിപ്പോൾ കഴിക്ക്. എന്തായാലും ഓപ്പറേഷൻ നടന്നാൽ എന്തേലും ഒരു പവർ കാണേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ അറിയില്ലായിരിക്കും. അങ്ങനെ ആയിരിക്കും കാണാത്തത്. ഇവിടെ കണ്ണ് മാറ്റി വെച്ച പയ്യൻ പാട്ടും കേട്ട് അവരുടെ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഇൻഫോർമേഷൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഹീറോയിൻക്ക് റണ്ണിങ് ഇഷ്ടമാണെന്നും 5 പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ലേഡിയുടെ കിഡ്നി മാറ്റി വെച്ചു. നിങ്ങൾക്ക് പിന്നെ സ്വന്തമായി ആരുമില്ല. ലൂക്കിൻ്റെ അടുക്കൽ അവൻ്റെ പേരും അവൻ്റെ പിറന്ന വർഷവും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കറക്റ്റാണ്. നീ ആരാടാ? എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ പവറുണ്ട്. എൻ്റെ കണ്ണിലാണുള്ളത്. എനിക്ക് ഇലക്ട്രിക്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളെ കണ്ടുപിടിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ പോലെയുള്ള ആളുകളെ അറിയാൻ എൻ്റെ ടാറ്റു എന്നെ ഹെൽപ്പ് ചെയ്യും. അതുമിന്നും അങ്ങനെ ഞാൻ തേടി ഇവിടെ എത്തി. ലേഡി എക്സൈറ്റഡായി പറയും, ഓക്കെ, അപ്പോൾ നീ തന്നെ ഞങ്ങളുടെ ടീമിലെ ലീഡറായിക്കോ. ലൂക്ക് പറയും, എന്ത് ലീഡറോ? ഇവനെ മെയിനായി വെച്ചാൽ ഇവൻ്റെ ഹാക്ക് കാരണം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ നിന്ന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹീറോയിൻ പറയും, നിങ്ങളല്ലേ പറഞ്ഞ് എല്ലാവരെയും കണ്ടുപിടിക്കണമെന്ന്? യെസ്, ഞാൻ പറഞ്ഞു. അവൻ പവറിനെ വെറുതെ ആളുകളുടെ മുന്നിൽ കൊണ്ടുവരുന്നു. ഓ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നോ? ഓക്കെ, അപ്പോൾ നിൻ്റെ പണി എന്താ? ഞാൻ റൈറ്ററാണ്. എന്ത് റൈറ്ററാണ്? ഞാൻ കഥയൊക്കെ എഴുതും. അവൻ ലൂക്കിനെ വെറുതെ വെറുപ്പിക്കുന്നത് സഹിക്കാൻ പറ്റാതെ ലൂക്ക് അവിടെ തർക്കമായി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ ഈ കിളവനാണെങ്കിലോ, ഞാനൊരു രക്ഷകനാണ്, ഞാനൊരു ദൈവമാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അയാൾക്കായിട്ട് വലിയൊരു സ്റ്റേജ് തന്നെ പണിത് വെച്ചിട്ടുണ്ട്. വില്ലൻ്റെ പെണ്ണും അനിയനെയും കാണിക്കും. അനിയൻ പറയും, മാസത്തിലൊരിക്കലാണ് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത്. എനിക്കിപ്പോൾ പണം വേണമായിരുന്നു. ഞാൻ നിനക്ക് കുറേ പണം അയച്ചു തന്നില്ലല്ലോ. എന്നിട്ടും എന്തിനാണ് എൻ്റെ കേൾക്കുന്നേ? അങ്ങനെ അവർക്ക് തമ്മിൽ വാക്ക് തർക്കമുണ്ടാവും.
വില്ലൻ്റെ അനിയൻ്റെ കഴുത്ത് വില്ലൻ തന്നെ അമർത്തി പിടിക്കും. അന്നേരം നമുക്ക് വില്ലൻ്റെ പവർ കാണാൻ സാധിക്കും. അയാളുടെ അനിയൻക്ക് വയസ്സായി പോയി. വില്ലനാണെങ്കിലോ പഴയതിനേക്കാൾ കുറച്ച് യങ്ങായും കാണിക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ? അയാൾക്കാണെങ്കിലോ ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ ഒരു ചെടിയിലേക്ക് പിടിക്കും. ചെടി ഉണങ്ങിപ്പോവും. വില്ലൻക്ക് മനസ്സിലാവും, ഓ ഇതാണോ എൻ്റെ പവർ. നെക്സ്റ്റ് സീനിൽ നമുക്കൊരു ഫാക്ടറിയാണ് കാണിക്കുന്നുണ്ടത്. അതിൽ സൂപ്പർവൈസർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരുത്തൻ ഒരു ജോലിക്കാരനെ ജോലി ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സർ, എനിക്കിപ്പോൾ ബ്രേക്ക് ടൈമാണ്. ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്താൽ ഞാൻ ചത്തുപോകും. എന്താടാ നീ എന്നെ എതിർത്ത് സംസാരിക്കാനായോ? നിന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ വിളിക്കും. ആരോ വീണ് സീരിയസ് ആയി കിടക്കുവാണ്, പോയി എന്തേലും സ്ട്രക്ചർ കൊണ്ടുപോകാം. ഇവൻ അയാളെ തൊട്ടു നോക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാക്കിപ്പിക്കുന്നു, ഇവൻക്ക് എന്തോ കയ്യിലെന്തോ ചെയ്തിട്ടുണ്ട്. ഇവൻക്ക് ഒരുത്തരുടെ വേദനയും അവരുടെ ദേഹത്തിൽ പതിക്കുന്ന മുറിവിനെ ഹീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവനാണെങ്കിലോ ഓടിച്ചെന്ന് വെള്ളം കുടിക്കും. ഇവനിപ്പോൾ ഒരാളെ ഹീൽ ചെയ്യാൻ നോക്കിയല്ലേ, അതുകൊണ്ടാണ് ഇവൻ പെട്ടെന്ന് ഓടിപ്പോയി വെള്ളം കുടിച്ചത്. വില്ലൻ്റെ പെണ്ണ് പറയുന്നുണ്ട്, ഇയാൾക്ക് സംഭവിച്ച പോലെ പവറൊക്കെ ബാക്കി ഡൊണേറ്റ് ചെയ്ത ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാകും. ബാക്കി ഭാഗം ആർക്കായിരിക്കും കിട്ടിയിരിക്കുക, അവരുടെ പവർ എന്താണ് എന്നൊക്കെ തേടി കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് പറയണം. ഇവിടെ ഹീറോയിനും ലോക്കും പവറൊക്കെ ഊതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ലോക്ക് ചോദിക്കും, നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? എപ്പോൾ കണ്ടാലും ഒറ്റക്കാണ്, അതുകൊണ്ടാണ് കേട്ടേ. അത് പിന്നെ ഞാൻ 1 ഇയറായി ഹോസ്പിറ്റലിലായിരുന്നു, അതിനാൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഓക്കെ, അത് വിട്. ഞങ്ങൾക്ക് സൂപ്പർ പവർ ഉണ്ടല്ലേ, നമ്മളാണെങ്കിലോ 2 പേരും നല്ലവർ. ഇനി ഈ പവർ ദുഷ്ടശക്തിയുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനാണ് നമുക്ക് വില്ലൻ. അവനെ എങ്ങനെയും തേടി പിടിക്കണം. ഹീറോയിൻ ചോദിക്കും, ആരായിരിക്കും വില്ലൻ? ആരുടെ കയ്യിൽ നമ്മൾ ടാറ്റു ആൻഡ് പവർ കാണുന്നുവോ അവരായിരിക്കും വില്ലൻ. അന്നേരം കറക്റ്റ് ആ ടൈമിൽ ലേഡി വരും. ഞാൻ കണ്ടുപിടിച്ചേ. എന്താ കണ്ടുപിടിച്ചേ? എൻ്റെ പവർ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതെയാ, എന്താണ് ശക്തി? ലേഡി തൻ്റെ കയ്യിലുള്ള 4 ബോട്ടിൽ കയ്യിലെടുത്ത്, ഇതാണ് എൻ്റെ ശക്തി. എന്താണ് ടീ ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? ഹീറോയിൻക്കൊരു മെസ്സേജ് വരും, അയച്ചത് കണ്ണിൻ്റെ പവറുള്ളവനാണ്. ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്, എന്നെ വന്ന് ഹെൽപ്പ് എന്നൊക്കെയാണ് അതിലുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവനക്കൊരു മെഷീനിൽ മാജിക് യൂസ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നുണ്ടല്ലേ, അവിടുത്തെ ഓണർ അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ഞാൻ കടനെടുത്തിട്ട് അകത്ത് വരുന്നവർ 1 തവണ 2 തവണ ഒക്കെ ജയിക്കാറുള്ളൂ. പക്ഷെ നീ ഡെയിലി വന്ന് വിൻ ചെയ്ത് എൻ്റെ ക്യാഷൊക്കെ തീർന്നു. അതുമാത്രമല്ല, നീ എന്തോ മാജിക് ചെയ്ത് എൻ്റെ മെഷീൻ തന്നെ പൊട്ടിപ്പോയിരിക്കുന്നു. എനിക്ക് മെഷീൻ ശരിയാക്കാൻ വേണ്ടി എനിക്ക് പണം വേണം. ആ ടൈം കറക്റ്റായിട്ട് ലൂക്ക് വരും. എടാ നീ നല്ലവനായോ, വാടാ എന്നെ രക്ഷിക്കടാ. നിന്നെ രക്ഷിക്കാനൊന്നും അല്ല ഞാൻ വന്നത്, എനിക്ക് മുട്ടിയിട്ട് വയ്യ, കക്കൂസ് പോവാൻ. അവൻ പോയതിന് ശേഷം അവിടേക്ക് ഹീറോയിനും ലേഡിയും വരും. ഏയ് എടുക്കാ കയറണേ, നീ സ്കൂൾ കുട്ടിയല്ലേ, നിങ്ങൾക്കൊന്നും ഇവിടെ അലൗഡ് അല്ല. അവിടെ എഴുതി വെച്ചിട്ടില്ലേ സ്കൂൾ കുട്ടികൾക്ക് അലൗഡ് അല്ല എന്ന്? അയ്യോ സർ, നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. അവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അവനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത്. അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, അവൻ എൻ്റെ മെഷീൻ പൊട്ടിച്ചു. ശരിയേ ലൂക്ക്, ഇതില്ലേ കാര്യമൊക്കെ സാധിച്ചു. ടിഷ്യൂ പേപ്പർ എവിടെ? വെളിയിൽ നിന്ന് അതെടുത്ത് ഉള്ളിൽ പോയി, എന്നിട്ട് പുറത്തു വരും. പിന്നെ ലേഡി 3 ബോട്ടിൽ കാണിക്കും. ലൂക്ക് ഊതുന്നുണ്ട്. ആ ഗ്യാപ്പിൽ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിനും ഗ്യാങ്ങും പുറത്തേക്ക് കഴിഞ്ഞ നേരം കറക്റ്റായിട്ട് വില്ലൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. അവർ ലേഡിയുടെ വണ്ടി തള്ളി പോകുമ്പോൾ മറ്റേ കടക്കാരനും കാശ് വാങ്ങാൻ വേണ്ടി ബാക്കിലേ വരും. അതിൻ്റെ ബാക്കിലെ കാറിൽ വില്ലൻ്റെ ആളുകളും വരുന്നുണ്ട്. ഹീറോയിൻ ലേഡിയുടെ ഐസ് വണ്ടിയിൽ അവരെ 3 പേരും തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. ബാക്കിൽ അവർ വരികയും ചെയ്യുന്നുണ്ട്. ഹീറോയിൻ സ്പീഡ് കൂട്ടുമ്പോൾ കണ്ണാടി പറയും, അയ്യോ ആരേലും രക്ഷിക്കണേ, ഞങ്ങൾ ചാവാൻ പോവാണേ എന്നൊക്കെ ബഹളം വെക്കുന്നുണ്ട്. റോട്ടിൽ റെഡ് സിഗ്നൽ കാണിക്കും. അതിനൊന്നും കണക്കാക്കാതെ അവൾ സ്പീഡിലേ പോകുന്നുണ്ട്. ബാക്കിൽ അവരും വരുന്നുണ്ട്. ആ കറക്റ്റ് ടൈമിലാണ് ഹീറോയിൻ്റെ അച്ഛൻ വിളിക്കുന്നത്. ആഹാ, ഏതാ ടൈം! മോൾ എവിടെയാ, എന്ത് ചെയ്യുവാ? ഹീറോയിൻ അതിനൊന്നും റിപ്ലൈ ചെയ്യാതെ വണ്ടി തള്ളുവാണ്. വണ്ടി കൺട്രോൾ വിട്ടു പോവും. ഹീറോയിൻ വണ്ടിയെ പിടിക്കാൻ പിന്നാലെ ചെല്ലുന്നുണ്ട്. നടുവിൽ വലിയൊരു ടണൽ കാണും. ഹീറോയിൻ ആണേലോ അതിനെ ചുറ്റി സ്പീഡിൽ ഓടുന്നുണ്ട്. എപ്പോൾ ആക്സിഡൻ്റ് ആവും എന്ന് വിചാരിക്കുന്ന നേരമായിരിക്കും ഹീറോയിൻ പിടിക്കുന്നുള്ളത്. കടക്കാരൻ, നിങ്ങൾ നിർത്തുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ എവിടെയെങ്കിലും നിങ്ങളെ കിട്ടിയാൽ ഇഞ്ചിഞ്ചായി ഒരു പാഠം പഠിപ്പിക്കും. ലൂക്കാണെങ്കിലോ വണ്ടിയിലെ കൂൾ ഡ്രിങ്ക്സിനെ അവർക്ക് നേരെ എറിയുന്നുണ്ട്. അത് പോരാ അറിഞ്ഞ് വായിൽ വെച്ച് ഊതുന്നും ചെയ്യുന്നുണ്ട്. അത് ബുള്ളറ്റ് പോലെ കാറിൽ പതിക്കുന്നുണ്ട്.
കടക്കാരൻ്റെ കാറ് കൺട്രോൾ പോയി വില്ലൻ്റെ കാറുമായി മുട്ടി ആക്സിഡൻ്റ് ആകും. അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് ഫ്രണ്ടിലൊരു കട. അയ്യോ നിർത്ത് വണ്ടി ഫോഴ്സിൽ കടയിലേക്ക് ഇവിടെ ഇടുന്നുണ്ട്. ഓണർ വിചാരിക്കും ആരാണ് ഇവിടെ, എന്ത് പേടിക്കണ്ട, ഞങ്ങൾ കസ്റ്റമറാണ്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാം. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ ആക്കി പുറത്ത് വരും. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈം ലൂക്ക് പറയും എല്ലാ പ്രശ്നത്തിന് കാരണം ഇവനാണ്. എന്നിട്ടോ ഒന്നും അറിയാത്തതുപോലെ ഫുഡെല്ലാം കഴിച്ച് ബില്ല് പോലും കൊടുത്തില്ല. എന്തിനാ എപ്പോൾ നോക്കിയാലും എൻ്റെ മെക്കടി കയറാൻ വരുവാണല്ലോ. നിൻ്റെ ഫ്രണ്ട്സ് എഴുതുന്ന കഥയിലെ ഏതോ തപ്പിക്കൂട്ടുന്ന റൈറ്റർ. നിന്നില്ലേ ഒരു റൈറ്റർ എന്ന് പറയാൻ പോലും പറ്റുമോ? ഇത് കേട്ട് ദേഷ്യവും സങ്കടവും വന്ന് ലൂപ്പ് അവനെ അടിക്കുന്നുണ്ട്. പയ്യനാണെങ്കിലോ ചുറ്റുമുള്ള പവറിനൊക്കെ കൺട്രോളാക്കി ട്രേഡിങ്ങിൽ പങ്കെടുത്ത് വെച്ച മൊത്തം ക്യാഷും എടുക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന് വീണ്ടും അവൻ അടിക്കാൻ ചെല്ലുമ്പോൾ ഹീറോയിൻ പിടിച്ചു വെക്കും. നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്, നീ ഇങ്ങനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല, ആരാടി ഫ്രണ്ട്, എല്ലാം കാശിന് വേണ്ടി മാത്രം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലേഡിയുടെ വണ്ടി പിടിച്ചു ഊതുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് എന്തും ആയില്ല. ഓക്കെ, എല്ലാം നിർത്താം, ഇനി ആരും ഒത്തുചേരുന്നുമില്ല, സംസാരിക്കാനും വരണ്ട. അങ്ങനെ എല്ലാവരും വേറെ ആയി പോകുന്നുണ്ട്. ആ സീന് കട്ട് ചെയ്താൽ ഹീറോയിൻ സൈലൻ്റായി ഒരിടത്ത് ഇരിക്കുന്നുണ്ട്. അച്ഛൻ ടെൻഷനായി, മോളെ നീ എവിടെയാ പോയത്, ഞാൻ നിന്നെ തേടാത്ത സ്ഥലമില്ല, പുതിയ കൂട്ടുകാരൊക്കെ ആയതുകൊണ്ട് എൻജോയ് ചെയ്യുമായിരിക്കും അല്ലേ. അവൾ കരഞ്ഞുകൊണ്ട് പറയും, അച്ഛാ എനിക്കൊരു ഫ്രണ്ട്സും ഇല്ല, എന്നെ ആർക്കും ഇഷ്ടമാകുന്നില്ല എന്ന് പറഞ്ഞോടും. അച്ഛൻ സമാധാനിപ്പിക്കാൻ പിന്നാലെ ഓടുന്നുണ്ട്. ഇവിടെ വില്ലൻ്റെ പെണ്ണിൻ്റെ ആൾക്കാർ ഹീറോയിൻ്റെ ടീമിനെ ഫോളോ ചെയ്ത് പോയല്ലേ. അപ്പോൾ നടന്ന എല്ലാ വിഷയത്തെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹീറോയിൻ സ്പീഡായി ഓടുന്നതും പയ്യൻ ഇലക്ട്രിക്സിനെ കൺട്രോൾ ചെയ്യുന്നതും ലൂക്ക് ഊതുന്നതും ഇതൊക്കെ കാണും. ഡോക്ടർ നിങ്ങൾ എപ്പോഴാണ് റിട്ടയർ ആവുന്നത്? ഒരു 2-3 വർഷം കഴിഞ്ഞു. ഓ അപ്പോൾ നിങ്ങളുടെ പെണ്ണ് ക്യാഷൊക്കെ കേൾക്കുമല്ലേ, അപ്പോൾ എവിടുന്നാ കൊടുക്കാം? എൻ്റെ കൂടെ ചേർന്നാൽ നിങ്ങൾക്ക് കുറേ കാശും അവരെ തട്ടിക്കൊണ്ടുവന്ന് റിസർച്ച് ചെയ്ത് പവറും ഉണ്ടാക്കാം. ഹീറോയിനെ കാണാൻ ലൂക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് സമാധാനപ്പെട്ടൂടെ, എന്തൊരു ദേഷ്യമാ, ആർക്കും പിടിക്കുന്നില്ല. എനിക്ക് ലങ്സ് പ്രോബ്ലം വന്നതിന് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ. മറ്റേ മരിച്ചവനിക്ക് അനുഭവപ്പെടുന്ന വേദനയും കോപവുമാണ് എൻ്റെ ഉള്ളിലുള്ളത്. എനിക്കില്ലേ ആ കണ്ണാടി പയ്യനെ കാണുമ്പോൾ അസൂയയാവുന്നു. കാരണം ഊതുന്നതൊക്കെ ഒരു പവറാണോ? അവനെ നോക്കി ഇലക്ട്രിക്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അവനാണ് മാസും. പിന്നെ ഞാൻ എഴുതിയ കഥയാണ് ഫ്രണ്ട്സ് തട്ടിയെടുത്തത്, അല്ലാതെ ഞാൻ അവരുടെ കഥ തട്ടിയെടുത്തതല്ല. എൻ്റെ കഥയെ അവൻ തട്ടിയെടുത്തു എന്നതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു വാല്യൂ ഇല്ലാത്തത്. ഓക്കെ, നീ ദേഷ്യപ്പെടുന്നതൊക്കെ ശരി. ഞാൻ നിൻ്റെ ഫ്രണ്ടല്ല എന്നൊക്കെ പറഞ്ഞല്ലേ, അത് ശരിയാണോ? സോറി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ്. ഇനി ഞാൻ ബാക്കി ടീംസിനോടൊക്കെ ക്ഷമ ചോദിക്കാൻ പോവാണ്. വേണ്ട, ഇപ്പോൾ നമുക്ക് ബാക്കി 2 പേരെ കണ്ടുപിടിക്കണം. അതിൽ വില്ലൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ ലേഡി ആൻഡ് ഹീറോയിൻ നമ്മുടെ കണ്ണാടി പയ്യനും ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ടാവും. അവിടെ അന്നേരം ഒരു ശബ്ദം കേൾക്കും. ഇതിൻ്റെ ശബ്ദത്താൽ അവിടെയുള്ളവർ പുറത്തേക്ക് വരും. ഒരുത്തൻ മാത്രം പുറത്തു വരില്ല. ആരാണെന്ന് നോക്കിയാൽ നേരത്തെ തൻ്റെ സൂപ്പർവൈസറിൻ്റെ എതിർത്തൊക്കെ സംസാരിച്ചില്ലേ, അവനാണ് വരാത്തത്. പ്ലീസ് എന്നെ ആരെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തെറിക്കുന്നുണ്ട്. ആ കറക്റ്റ് ടൈം നമ്മളെ ഹീറോയിൻ മാസ് എൻട്രി വെക്കും. അവൾ വാതിലൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവർ സിലിണ്ടറൊക്കെ പൊട്ടിച്ച് വരുമ്പോൾ അവിടെ ഒരു ഡോറ് കാണും. അതിനെ തുറക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് പയ്യൻ്റെ ഒരു നൊടിയിൽ അത് ഓപ്പൺ ആയി വരും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റേ ആ പയ്യന് എവിടെയാണെന്ന് കാണാൻ കഴിയുന്നില്ല. ഗ്യാസൊക്കെ ലീക്കായിരിക്കുന്നു. അവനെവിടെ എന്നൊക്കെ പറയുമ്പോൾ ലൂക്ക് പറയും, ഞാൻ അവനെ രക്ഷിക്കാൻ പോവാണ്. എങ്ങനെയാടാ രക്ഷിക്കുന്നത്? ഞാൻ അവന് സിഗ്നൽ കൊടുക്കുന്നേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അവർ തമ്മിൽ നാനാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ, അങ്ങനെ തർക്കിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ സിയോക്കില്ലേ അവൻ മയങ്ങി വീഴും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ കുറേ ടൈം ഗ്യാസ് ശ്വസിച്ചല്ലേ, അതുകൊണ്ടായിരിക്കും വീണിട്ടുണ്ടാകുന്നത്. സിയോക്കാണെങ്കിലോ കുറേ ഹീലിംഗ് പവർ ഉപയോഗിച്ചത് കൊണ്ട് അവനക്കിപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ആവില്ല. വെള്ളം വേണം വെള്ളം താ എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളം വേണം, ആരെങ്കിലും പോയി വെള്ളം എടുത്തുകൊണ്ട് വാ. നമ്മുടെ കണ്ണാടി പയ്യൻ പറയും, ഓക്കെ ഞാൻ എടുക്കാൻ ചെല്ലാമെന്ന്. ഓക്കെ, ടൈം വേസ്റ്റ് ആകാതെ വേഗം കൊണ്ടുവാ എന്ന് ലേഡി പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിക്കും. അന്നേരം ശരീരത്തിലെ ടാറ്റു പടർന്ന് ലേഡിയുടെ പവർ ആക്ടിവേറ്റ് ആകും.
ലേഡിയുടെ പവർ എന്തെന്നാൽ ഒരുത്തൻ്റെ ബോഡിയിലെ പവർ പിന്നൊരുത്തൻ്റെ ബോഡിയിലേക്ക് പകർത്തിട്ട് അവനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതായത് ലൂക്കിൻ്റെ പവർ യൂസ് ചെയ്ത് സിയോക്കിൻ്റെ ബോഡിയിലേക്ക് കടത്തിവിട്ട് അവനെ രക്ഷപ്പെടുത്തി. ലേഡി സന്തോഷത്തോട് വാവ് ഇതാണോ എൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഫാക്ടറിയുടെ അകത്ത് ബ്ലാസ്റ്റ് ആവാൻ പോവാണ്. അയ്യോ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കാൻ പാടില്ല, എല്ലാവരും പുറത്ത് പോവും. അയ്യോ കണ്ണാടി പയ്യനെ കാണാനില്ല, അവൻ വെള്ളമെടുക്കാനല്ലേ പോയത്, അവനക്ക് എന്ത് പറ്റി? വെള്ളം കൊണ്ടുവരാൻ പോയ അവന് ലൈറ്റ്സ് കത്തുമ്പോൾ പണ്ടത്തെ ഏതോ ഇൻസിഡൻറ്റ് ഓർത്ത് പേടിച്ചിരിക്കുവാണ്. ഹീറോയിന് പുറത്ത് വന്ന് അയ്യോ അവനെ ആരെങ്കിലും രക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ലൂക്ക് പറയും ഞാൻ രക്ഷിക്കാം. എന്നിട്ട് മാസ്കൊക്കെ ഇട്ട് ഉള്ളിൽ പോവും. പയ്യന് പേടിച്ച് കൈ പൊത്തിട്ടിരിക്കുന്നുണ്ടാവും. അയ്യോ ഇതിലെ വേഗം വാടാനാണ്, ഇപ്പോൾ മരിച്ചു പോകും എന്ന് രക്ഷിക്ക് എന്ന മാതിരി നിൽക്കുന്നുണ്ട്. ലൂക്കാണെങ്കിലോ എത്രയും പെട്ടെന്ന് നീ ചാവൂലടാ എന്ന് പറഞ്ഞും കിസ് കൊടുക്കുന്നത് പോലെ കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. അതോടെ അവനൊക്കെ വെള്ളം കുടിക്കുന്നേരം ലൂക്ക് അവനൊരു നോട്ടം നോക്കുന്നുണ്ട്. പാവം അവനങ്ങ് ഇല്ലാണ്ടായി. ഓക്കെ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിയോങ്. ഞാൻ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യുന്നവനാണ്. എൻ്റെ പവറായി ഞാൻ കണ്ടെത്തിയത് ദേഹത്തോ എല്ലിലോ അങ്ങനെ എവിടെയും എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഗുണപ്പെടുത്താൻ കഴിയും. അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് വേണം എനിക്ക് വെള്ളം കുടിച്ചേ പറ്റൂ. ഓ ഇങ്ങനെ ഒരുത്തൻ ഞങ്ങളുടെ ടീമിലുള്ളത് നമുക്ക് നല്ലതാണ്. വില്ലനെ കാണിക്കുവാണെങ്കിൽ അവനക്ക് സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. വില്ലൻ ലിഫ്റ്റിൽ പോകുമ്പോൾ അവനക്ക് വേറെ ഒരു ഫ്ലോറിൽ സിയോങ്ങിനെ കാണാൻ സാധിക്കുന്നുണ്ട്. സിയോങ്ങിനെ ലിഫ്റ്റിൽ വിളിച്ച് ഓ നീ കുറേ പേരെ ഫാക്ടറിയിൽ നിന്ന് രക്ഷിച്ചെന്ന് ഞാൻ കേട്ടു. ആ സർ, നിനക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് കയ്യിലെന്തോ പറ്റിയിട്ടുണ്ടല്ലേ, ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ട് സർ. വില്ലൻ സിയോങ്ങിൻ്റെ ടാറ്റു കാണാൻ വേണ്ടി അവൻ്റെ കൈ മനഃപൂർവ്വം പിടിക്കുന്നുണ്ട്. വില്ലനാണെങ്കിലും അവൻ്റെ ടാറ്റു മറച്ചു വെക്കുകയും ചെയ്യുന്നു. വില്ലൻ സിയോക്കിനെ മയക്കി ഹോസ്പിറ്റലിൽ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്. വില്ലൻ വന്ന് അവൻ്റെ പവർ യൂസ് ചെയ്ത് ഇവൻ്റെ ശക്തി എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അത് ഫെയിലാവും. കാരണം ഇവൻ്റെ പോലെ തന്നെ ശക്തിയുള്ള വേറൊരുത്തൻ്റെ പവർ എടുക്കാൻ സാധിക്കില്ല. ടെസ്റ്റിന് വേണ്ടി ഒരു ഡോക്ടറിൻ്റെ കഴുത്ത് പിടിക്കും. അയാൾക്ക് പെട്ടെന്ന് വയസ്സായി പോവും. യെസ്, എനിക്ക് ഇവൻ്റെയും പവർ വേണം, അവൻ്റെ കയ്യിലുള്ളത് എൻ്റെ ശരീരത്തിലേക്ക് വെക്കും. അങ്ങനെ ഓപ്പറേഷൻ തുടങ്ങുകയാണ്. അത് സക്സസ് ആയി. അടുത്ത ദിവസം തന്നെ കണ്ണാടിയെയും മയക്കിക്കൊണ്ട് പോവും, ലൂക്കിനെയും മയക്കിക്കൊണ്ട് പോവും. ലേഡിയോട് പറയും ഞങ്ങൾക്ക് ഐസ് വേണം എന്ന് പറഞ്ഞ് അവരെയും മയക്കിക്കൊണ്ട് പോകുന്നു. ഹീറോയിൻ്റെ അടുക്കൽ വരുമ്പോൾ അച്ഛൻ ചോദിക്കും ആരടാ നിങ്ങളൊക്കെ, എൻ്റെ മകളെ കടത്തിക്കൊണ്ട് പോകാൻ വന്നതാണോ? ഞാൻ ആരാണെന്നറിയോ? കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്. എന്നെ തോപ്പിച്ചേ മാത്രമേ എൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റൂ. പിന്നെ മുഴുവനും ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കോമഡി ഐറ്റം. ഹീറോയിൻ്റെ അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഹീറോയിൻ പുറകിൽ നിന്ന് മാസ്സായി ഫൈറ്റ് ചെയ്യും. അച്ഛൻ നോക്കുന്നേരം കുടുക്കുകളായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണാടിപ്പയ്യൻ കണ്ണ് തുറക്കുമ്പോൾ ഏതോ ജയിലിൽ വെച്ചാണ് കേണ്ട്. പാവം, പവർ യൂസാക്കാതിരിക്കാൻ വേണ്ടി കൈയൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ലൂക്കിനെ ആണെങ്കിലോ വായൊന്നും അധികം കിട്ടാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ലേഡി പറയും നിങ്ങൾ എന്നെ തെറ്റിയെടുത്തുകൊണ്ട് വന്നതാണ്, എനിക്ക് പവറൊന്നും ഇല്ലെന്നേ, എന്നെ വിടണേ എന്നൊക്കെ ക്യാമറ നോക്കി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ക്യാമറ ഒന്നുമല്ല, അതൊരു അലറാം മെഷീനാണ്. വില്ലനെ കാണാൻ അവൻ്റെ പെണ്ണ് വരുന്നുണ്ട്. അവൾ ഷോക്കായി. കാരണം വില്ലൻ കിളവനിൽ നിന്ന് ഹാൻഡ്സമായ ഒരു പയ്യനായി മാറിയിരിക്കുന്നു. അവനാണെങ്കിലോ അവൻ്റെ ഹെയർ സ്റ്റൈൽ പല്ലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. വില്ലൻക്ക് ഒരു സ്വപ്നം കാണും, ഒരു ചക്രം, അതിലൊരു ആത്മാവ് വെളിയിൽ വരും. വില്ലൻ ആത്മാവിൽ കയ്യിൽ പിടിക്കുന്നേരം കൈ വളരെ നോവാൻ തുടങ്ങും. റിയൽ ലൈഫിൽ അത് ചക്രത്തെ അല്ല തൊട്ടത്, പകരം കണ്ണാടിയിൽ കുത്തിയതാണ്. കയ്യിലെ മുറിവ് പെട്ടെന്ന് ഹീലാവുന്നത് കാണും. വില്ലൻ ആൾക്കാരെ കൂട്ടിയിട്ട് ജനങ്ങൾക്ക് ഞാനാണ് ദൈവം, ഞാൻ അവരുടെ രക്ഷകനാണ് എന്നൊക്കെ പറയുന്ന വലിയൊരു ഫംഗ്ഷൻ തന്നെ വെച്ചിട്ടുണ്ട്. വില്ലൻ്റെ ഫസ്റ്റ് സർജറിക്കായി കൊണ്ടുപോകുന്നത് കണ്ണാടിപ്പയ്യനെയാണ്. എന്നെ വിടടാ എന്നൊക്കെ പാവം പറയുന്നുണ്ട്. കണ്ണാടിപ്പയ്യൻ ഹീറോയിൻ്റെ ഫോണിക്ക് ഞാൻ ഇന്ന പ്ലേസിലാണ് ഉള്ളത് എന്ന് ഹാക്ക് ചെയ്ത് പവർ യൂസ് ചെയ്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. വില്ലൻ പറയും പെട്ടെന്ന് അവൻ്റെ കണ്ണെടുത്ത് എനിക്ക് വെക്ക്. ഹീറോയിൻ അച്ഛൻ്റെ അടുക്കൽ പറയും അച്ഛ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആപത്തിലാണ്, എനിക്ക് അവരെ രക്ഷിക്കാൻ പോകണം. എന്താ മോളെ നീയേ ഒരു ഹേർട്ട് പേഷ്യൻ്റ്, അപ്പോൾ നിനക്കെങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയുക? നിൻ്റെ കൂടെ എല്ലാത്തിനും ഈ അച്ഛനും കാണും, നമുക്ക് ഒരുമിച്ച് പോവാം. അച്ഛനക്കാണെങ്കിലോ ഹീറോയിൻ്റെ അടുക്കൽ പവറുള്ള കാര്യം ഇപ്പോഴും അറിയത്തില്ല. ലൂക്കും ലേഡിയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാണും. കണ്ണാടിപ്പയ്യൻ്റെ ഐസൊക്കെ എടുത്ത് വില്ലൻക്ക് വെച്ചിട്ടുണ്ടാവും. പയ്യൻ പറയും കണ്ണൊക്കെ കിട്ടിയില്ലേ, എന്നെ ഒന്ന് ഹീൽ ചെയ്യ്, എനിക്ക് ഈ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. വില്ലൻ പറയും ഹീൽ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, കാരണം ഞാൻ വളരെ ടയേർഡാണ്. വില്ലനാണെങ്കിലും കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് ഞാനിപ്പോൾ ചെറുപ്പമായിരിക്കുന്നു,
കാരണം ഞാനൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് ഒരു ചുമര് പൊട്ടിച്ച് കാണിക്കും. എന്നിട്ട് ജനങ്ങളുള്ള വിശ്വാസം കൂട്ടാൻ വേണ്ടി ഒരു കാൽ വരാത്ത ആളുടെ കാലുകൾ തൊട്ട് നടക്കാൻ പ്രേരിപ്പിക്കും. ക്യാൻസർ രോഗി പെണ്ണിനെ രോഗം മാറ്റും. ഒരു ദേഹത്ത് വയ്യാത്തവനെ തൊട്ട് ശരീരം പഴയതുപോലെയാക്കും. ഹീറോയിനും അച്ഛനും വില്ലൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. വില്ലൻ പറയും, ആഹാ ഇതാണോ നിന്റെ അച്ഛൻ, കുറേ നാളായി സർ ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് അത് കൈ കൊടുക്കുമ്പോൾ ഹീറോയിൻ ടാറ്റു നോക്കി ചവിട്ടുന്നുണ്ട്. അച്ഛനാണെങ്കിലോ വില്ലനെ നോക്കി, എടാ മോളെ നിനക്ക് ഇത്രയൊക്കെ പവർ ഉണ്ടോ എന്ന മാതിരി ആശ്ചര്യച്ച് നിൽക്കുന്നുണ്ട്. വില്ലൻ വെള്ളമൊക്കെ കുഴിച്ച് പഴയതുപോലെ കൈനെ ഹീലാക്കുന്നുണ്ട്. മകളെയൊക്കെ എങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത്? എന്താടാ നീ എൻ്റെ മകളെ വളർത്തു ദോഷമെന്ന് പറയാനായോ? എനിക്ക് ഞാൻ കാണിച്ചു തരാടാ എൻ്റെ പവർ. വേണ്ട അച്ഛ വേണ്ട വീട്. അന്നേരം കറക്റ്റ് ആ ടൈമിൽ ലേഡിയും ലൂക്കും വരുന്നുണ്ട്. വില്ലനാണെങ്കിലോ ഹീറോയിൻ്റെ ഹൃദയത്തേക്ക് നോക്കി ചവിട്ടും. അച്ഛനാണെങ്കിലോ എൻ്റെ മകളെ ചവിട്ടുമെന്ന് പറയുമ്പോൾ ഒന്ന് മാറിയിരുന്നു. പിന്നെ അവിടെ ഹീറോയിനും വില്ലനും തമ്മിലുള്ള ഫൈറ്റാണ്. നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ അച്ഛനെ ചവിട്ടാൻ എന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യും. കുറേക്കാരുടെ ഫൈറ്റ് വേറെ ലെവലാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഹീറോയിൻ വില്ലനെ എടുത്തെറിയുന്നുണ്ട്, വില്ലൻ ഹീറോയിനെ എടുത്തെറിയുന്നുണ്ട്. അങ്ങനെ ഉഗ്രൻ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലനെ എത്ര ഇടിച്ചിട്ടും ഉണ്ട്, ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വില്ലൻ ഫൈറ്റിൻ്റെ മിഡിൽ ഹീറോയിൻ എടുത്തങ്ങ് എറിയുന്നുണ്ട്. അതിൽ ഹീറോയിൻക്ക് പരിക്കും പറ്റുന്നുണ്ട്. ദേഷ്യം വന്ന ലൂക്ക് വില്ലനെ ഒരു ഊതലൂതും. വില്ലനെ എഴുന്നേറ്റ് ഹീറോയിനൊക്കെ എടുത്ത് ചാടി ലൂക്കിൻ്റെ അടുക്കൽ വന്ന് ടിക് ചെൽട്ട് അടിക്കുന്നുണ്ട്. ലൂക്ക് അവിടെ പടാവുന്നു. ലേഡിയുടെ പവർ തനിക്ക് സ്വന്തമാക്കണമെന്ന് കരുതി വില്ലൻ വിചാരിക്കുന്ന നേരം ഒരു ഗുഹ, അതിൽ ചക്രം, അങ്ങനത്തെ വിഷ്വലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ പവർ എനിക്ക് വേണം, എനിക്ക് നിൻ്റെ പവർ വേണം, താ താ എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടേക്ക് കണ്ണാടി പയ്യനും സിയോക്കും വരുന്നുണ്ട്. അവർ 4 പേരും കൈ ചേർത്ത് പിടിക്കുമ്പോൾ പോയ പവർ അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അവരുടെ പ്ലാൻ പ്രകാരം ലൂക്ക് ഊതുന്നുണ്ട്. ഹീറോയിൻ അവനെ അടിക്കുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് ബേസ്മെൻറ്റിലേക്ക് ചെന്ന് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. കണ്ണാടി പയ്യൻ അവൻ്റെ പവർ വില്ലനെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ചുറ്റുമുറ്റത്ത് മുഴുവനും കറണ്ട് പാസ്സായി ആ ഐസിന് പഴയ ട്രോമ വരും. അതിൽ വില്ലൻ ഭയപ്പെടുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഇലക്ട്രിക്കിനെ തൊട്ടത് കൊണ്ടാണ് കണ്ണിന് പവർ വന്നത്. ഇവിടെ വില്ലനെ പോലെ തന്നെ കണ്ണാടി പയ്യനും പേടിയാവുന്നുണ്ട്. വില്ലൻ പെട്ടെന്ന് സ്വഭാവത്തിൽ വരും. ഡേയ് ഞാൻ മക്കളാണ് വിചാരിച്ചിട്ടാണ് കൊല്ലാതിരുന്നത്. ആരാടാ നിന്റെ മക്കൾ? മക്കളാണെങ്കിൽ നീ ഞങ്ങളെ അടിക്കില്ലായിരുന്നു. വില്ലൻ ഹീറോയിൻ്റെ കഴുത്തിൽ പിടിച്ച് വയറ്റിൽ കുത്തും. അതോടെ ഹീറോയിൻ രക്തമൊക്കെ തുപ്പുന്നുണ്ട്. വില്ലൻ ലേഡിയോട് പറയും, നീ നേരത്തെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ നിനക്ക് അവസരമുണ്ട്, നിന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാം. നീ എനിക്ക് നിന്റെ പവർ തന്നേ പറ്റൂ. വാ എൻ്റെ കൈ പിടി. ലേഡി വില്ലൻ്റെ കൈ പിടിക്കും. അപ്പോഴാണ് ട്വിസ്റ്റ്. ലേഡി വില്ലൻ്റെ മാത്രമല്ല അവളുടെ ഫ്രണ്ട്സിൻ്റെയും കൈ പിടിച്ചിട്ടുണ്ട്. വില്ലൻ്റെ പവർ അവർ പകുതിയും ഹീറോയിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. ഹീറോയിനെ എണീറ്റ് വില്ലനുമായി ഫൈറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 4 പേർ കണ്ണാടി പയ്യൻ്റെ പവർ യൂസ് ചെയ്ത് അവിടെ ഉണ്ടായ കറണ്ടൊക്കെ ജനങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നു. അതോടെ കണ്ണാടി പയ്യൻ്റെ ട്രോമ ഇല്ലാതാവുന്നു. ചുറ്റുപാടും പ്രകാശം തെളിയുന്നു. പിന്നീട് അവർ പരസ്പരം അവരുടെ പവർ ഷെയർ ചെയ്യുമ്പോൾ അവിടേക്ക് വില്ലൻ വരും. വില്ലനെ അവിടെ നിന്ന് മാറ്റാൻ, അച്ഛാ നിങ്ങൾ എവിടെയാ? എവിടെയോ ഉണ്ടായ അച്ഛൻ ഓടി വന്ന് വില്ലൻ കിട്ടൊരു ചവിട്ട്. അതോടെ വില്ലൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അവളാണെങ്കിലോ അച്ഛനെ ഹഗ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരവരുടെ പവർ തിരിച്ചു കിട്ടി. വില്ലനാണെങ്കിലോ പഴയതുപോലെ കിളവനായി. ജനങ്ങൾ വിചാരിക്കും, കുറച്ചു മുമ്പ് ഇയാൾ എങ്ങായിരുന്നല്ലോ, ഇപ്പോൾ ഇതെന്താ കിളവനായിരിക്കുന്നത്? അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവൻ രക്ഷിച്ചതിൽക്ക് ലേഡിയോട് നന്ദി പറയുന്നുണ്ട്. ലേഡിയാണെങ്കിലോ അവളുടെ കുടുംബത്തിലെ ഒരാളുടെ രോഗം തന്നെ മാറ്റിക്കൊടുക്കുന്നു. അതോടെ ഇവിടെ വെച്ച് ഈ മൂവി എൻഡാവുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. Thank you for watching.